ഹലോ ഡി നീറ്റ് ആസ്പിരൻസ്, ദിസ് ഇസ് AJ ഫ്രം RKNX. സോ 26 കൂടി നമ്മുടെ നീറ്റിന്റെ അഡ്മിറ്റ് കാർഡ്, ഹോൾ ടിക്കറ്റ് അങ്ങനെ ഇന്ത്യയുടെ വെബ്സൈറ്റിൽ വരാൻ പോവുകയാണ്. സോ നമുക്കറിയായിരുന്നു ഒരു 1 വീക്ക് ബിഫോർ എത്തും ഹോൾ ടിക്കറ്റ്, അഡ്മിറ്റ് കാർഡ് വരും എന്നുള്ള കാര്യം അറിയായിരുന്നു. എന്നാൽ അഡ്മിറ്റ് കാർഡ് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതേപോലെ എവിടെ നിന്നാണ് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുക, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ ആദ്യം അഡ്മിറ്റ് കാർഡ് എവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്ന് നോക്കാം. NEET.NDA.NIC.in എന്നുള്ള ഈ ഒരു വെബ്സൈറ്റിലൂടെയാണ്, NDAയുടെ വെബ്സൈറ്റ് ആണ്, ഇതിലൂടെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് അല്ലെങ്കിൽ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുക. അത് പ്രിന്റ് എടുത്ത് കയ്യിൽ കരുതുക. അത് എക്സാമിനേഷന് മാത്രമല്ല, എക്സാം ഹോളിൽ അഡ്മിറ്റ് കാർഡ് ഇല്ലാതെ കയറ്റില്ല എന്ന് മക്കൾക്ക് അറിയാം. അതിനുശേഷവും ഫ്യൂച്ചർ റെഫറൻസിന് നമുക്ക് ആവശ്യമുണ്ട്. സോ അഡ്മിറ്റ് കാർഡ് എപ്പോഴും നിങ്ങൾ കയ്യിൽ കരുതുക. ആ അഡ്മിറ്റ് കാർഡിൽ ഏത് സെന്ററിലാണ് എക്സാം നടക്കാൻ പോകുന്നത്, ഓൾറെഡി നിങ്ങൾക്ക് അറിയാം ഏത് സ്ഥലത്താണ്. സിറ്റി അനൗൺസ്മെന്റ് സ്ലിപ്പ് വന്നതോടെ ഏത് പ്ലേസ് ആണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായി കാണും. എന്നാൽ കറക്റ്റ് സെന്റർ അറിയാൻ സാധിക്കുക അഡ്മിറ്റ് കാർഡ് വന്നാൽ മാത്രമാണ്. സോ 26 കൂടി നമുക്കത് അറിയാൻ സാധിക്കും. അപ്പൊ അതിൽ ഡേറ്റും ടൈമും ഒക്കെ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കും. എല്ലാം ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തേക്കാം. നമുക്ക് ഡേറ്റും ടൈമും ഒക്കെ ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. സെന്റർ മാത്രമാണ് ഇപ്പൊ നമുക്ക് അറിയാത്തത്. അത് കൃത്യമായിട്ട് അന്ന് അറിയാൻ സാധിക്കും. എല്ലാ കുട്ടികളും എക്സാമിനേഷൻ അപ്പിയർ ചെയ്യാനുള്ള എല്ലാ കുട്ടികളും അഡ്മിറ്റ് കാർഡുമായിട്ട് എക്സാം സെന്ററിൽ എത്തിച്ചേരുക. ആൻഡ് വാലിഡ് ആയിട്ടുള്ള ഒരു ID പ്രൂഫും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. എന്തൊക്കെ കാര്യങ്ങളാണ് എക്സാം സെന്ററിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുക, എക്സാം ഹോളിലേക്ക് കയറ്റാൻ സാധിക്കുന്നതും ബാർഡ് ആയിട്ടുള്ള ഐറ്റംസും ഏതൊക്കെയാണെന്നൊക്കെയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. യെസ്, അപ്പൊ അഡ്മിറ്റ് കാർഡ് കയ്യിൽ കരുതുക. ആൻഡ് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ ചില ആൾക്കാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് സംഭവിക്കുകയാണെങ്കിൽ അവര് ഈ ഒരു ടൈം ഇന്റർവൽ 10 AM to 5 PM ഈ ഒരു ടൈമിനുള്ളിൽ NDAനെ കോൺടാക്ട് ചെയ്യണം. നിങ്ങൾക്ക് മെയിൽ ചെയ്യാനുള്ള വെബ്സൈറ്റ് ഇവിടെയുണ്ട്, neetug2026@nda.ac.in. ഈ ഒരു വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾ മെയിൽ ചെയ്യേണ്ടത്. അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ മാത്രം. യെസ്, ആൻഡ് എല്ലാവരും ക്രോസ് ചെക്ക് ചെയ്യണം. നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ എന്തൊക്കെ കാര്യങ്ങളാണോ പറയുന്നത് അത് വ്യക്തമായിട്ട് മക്കൾ വായിച്ച് മനസ്സിലാക്കുക. അതിൽ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. 3 പേജ് ആയിരിക്കും ഉള്ളത്. അതിൽ 3rd പേജിൽ കംപ്ലീറ്റ് ഇൻസ്ട്രക്ഷൻസ്, ബാർഡ് ഐറ്റംസ് എന്തൊക്കെയാണ്, ഏത് ടൈമിലാണ് എക്സാം ഹോളിൽ എത്തേണ്ടത്, വെരിഫിക്കേഷനും കാര്യങ്ങൾക്കും ഒക്കെ ശേഷമായിരിക്കും എക്സാം ഹോളിലേക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കുക. അപ്പൊ ഏത് ടൈമിലാണ് റിപ്പോർട്ടിംഗ് ടൈമും കാര്യങ്ങളും ഒക്കെ, ആ ഇൻസ്ട്രക്ഷൻസ് പെർഫെക്റ്റ് ആയിട്ട് വായിച്ച് മനസ്സിലാക്കുക. ആൻഡ് നിങ്ങളുടെ സിഗ്നേച്ചറിലോ ഫോട്ടോഗ്രാഫിലോ എന്തെങ്കിലും പ്രശ്നമുണ്ട്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിച്ചു, ബട്ട് ഫോട്ടോഗ്രാഫിലോ സിഗ്നേച്ചറിലോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും NDAനെ അറിയിക്കേണ്ടതാണ്. സെയിം മെയിൽ ID നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ 10 AM to 5 PM ഈ ഒരു ടൈമിനുള്ളിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അഥവാ അത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇതേ അഡ്മിറ്റ് കാർഡുമായിട്ട് നിങ്ങൾക്ക് പോവാം. NDA അത് ഫെർദർ അതിന്റെ ക്ലിയറൻസ് നടത്തിക്കോളും. എനിവേ നിങ്ങൾ മസ്റ്റായിട്ടും കോൺടാക്ട് ചെയ്തിരിക്കണം. ഇനി കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ആണ്. ഒരിക്കലും പോസ്റ്റൽ വഴി നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടില്ല. ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, പോസ്റ്റൽ വഴി ഒരിക്കലും കിട്ടില്ല. യെസ്, അതേപോലെ എക്സാം സെന്ററിൽ ചെന്നിട്ട് ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാനൊന്നും നിങ്ങൾക്ക് സാധിക്കത്തില്ല. അപ്പോൾ വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് കയ്യിൽ കരുതുക. എന്തൊക്കെ കാര്യങ്ങളാണ് ആ ഹോൾ ടിക്കറ്റിൽ വേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. യെസ്, ആൻഡ് എക്സാം ഈ ഒരു ഹോൾ ടിക്കറ്റിൽ അല്ലെങ്കിൽ അഡ്മിറ്റ് കാർഡിൽ യാതൊരു ചേഞ്ചസും നിങ്ങൾ വരുത്താൻ പാടില്ല. ഇപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ, നിങ്ങളുടെ പേരോ കാര്യങ്ങളോ, ഒരു തരത്തിലുമുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് വരുത്താനുള്ള അധികാരമില്ല. ഒരു കാര്യങ്ങളും അങ്ങനെ നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഒരു തരത്തിലും എൻട്രിയിൽ ഒരു ചേഞ്ചസും വരുത്താൻ പാടില്ല. എന്താണോ അഡ്മിറ്റ് കാർഡ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കണം നിങ്ങൾ കൊണ്ടുപോകേണ്ടത്. വളരെ നന്നായിട്ട് സൂക്ഷിക്കുക, ഫെർദർ റെഫറൻസിന് ആവശ്യമുണ്ട്. സോ നന്നായിട്ട് നല്ലൊരു കണ്ടീഷനിൽ തന്നെ ആ ഒരു ഹോൾ ടിക്കറ്റ് നിങ്ങൾ കയ്യിൽ കരുതുക. ഫ്യൂച്ചർ റെഫറൻസിലും ഇനി അലോട്ട്മെന്റ് നടക്കുന്ന ടൈമിലൊക്കെ നമുക്ക് റെഫറൻസിന് ആവശ്യമായിട്ട് വരും. സോ നിങ്ങൾ അത് കയ്യിൽ കരുതിയേക്കുക. ആൻഡ് എന്തെങ്കിലും നിങ്ങൾ ചെയ്ത നിങ്ങളുടെ ഫോട്ടോഗ്രാഫിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ട്, എറേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അതിൽ സൈൻ ചെയ്തിട്ടില്ല, അങ്ങനെയുള്ള കേസുകളിൽ അഡ്മിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നതായിരിക്കില്ല എന്ന് അവർ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും അങ്ങനത്തെ കാര്യങ്ങൾ സംഭവിച്ച കുട്ടികൾക്ക് അഡ്മിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്തില്ല, അല്ലെങ്കിൽ എലിജിബിലിറ്റി ഇല്ല എന്ന് തോന്നുന്ന ആളുകൾക്ക് അഡ്മിറ്റ് കാർഡ് ഒരിക്കലും ഇഷ്യൂ ചെയ്യില്ല. ഇനി അഡ്മിറ്റ് കാർഡ് വന്നു എന്നാൽ ഞാൻ എലിജിബിൾ ആണെന്നാണോ? അല്ല. എന്നാൽ പോലും അവർ പറയുന്നുണ്ട് അഡ്മിറ്റ് കാർഡ് വന്നു എന്ന് പറയുന്നത് നിങ്ങളുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ അല്ല. നിങ്ങൾ +2 എക്സാം എഴുതി റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന കുട്ടികളാണ്. സോ ഇതിന് എലിജിബിലിറ്റിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സോ ഫെർദർ ആയിട്ടുള്ള വാലുവേഷനിലായിരിക്കും നിങ്ങൾ എലിജിബിൾ ആണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഫൈനലൈസ് ചെയ്യുക. സോ അഡ്മിറ്റ് കാർഡ് വന്നു ഞാൻ നീറ്റ് എലിജിബിൾ ആണെന്ന് ഒരിക്കലും കരുതരുത്. സോ നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് അഡ്മിറ്റ് കാർഡ് പ്രിന്റ് ഔട്ട് എടുക്കുകയാണ്. ഇത് കഴിഞ്ഞ വർഷത്തെ മാത്രമാണ്. പുതിയത് വന്നാൽ നമ്മൾ ഒന്നും കൂടി അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ജസ്റ്റ് ഒന്ന് നോക്കാം. എല്ലാ ഡേറ്റയും, നിങ്ങളുടെ പേഴ്സണൽ ഇൻഫോർമേഷനും കാര്യങ്ങളും എല്ലാം ഇതിലുണ്ട്. എവിടെയാണ് എക്സാം നടക്കുക, ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം
അപ്പൊ ഏത് മീഡിയം വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാമായിരുന്നു. ഇംഗ്ലീഷ് തന്നെ സെലക്ട് ചെയ്യണമെന്നില്ല, മലയാളം ഓപ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു അല്ലെ. മലയാളം ഓപ്റ്റ് ചെയ്ത കുട്ടികൾക്ക് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റീജിയണൽ ലാംഗ്വേജ് എടുത്തവർക്ക് ഇംഗ്ലീഷിന്റെ ബുക്ക്ലെറ്റും കൂടി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ മീഡിയം, ഏത് മീഡിയത്തിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ, ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ, റിപ്പോർട്ടിംഗ് ടൈം, കറക്റ്റ് ആയിട്ടുള്ള സെന്റർ, എല്ലാ കാര്യങ്ങളും, സെന്ററിന്റെ നെയിം എല്ലാം ഈ ഒരു അഡ്മിറ്റ് കാർഡിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിരിക്കും. ആൻഡ് ഇവിടെ 3 കോളങ്ങൾ കാണാം. ഈ 3 കോളത്തിൽ ആദ്യത്തെ 2 എണ്ണം നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഫിൽ ചെയ്യേണ്ടതാണ്. ആൻഡ് തേർഡ് കോളം എന്ന് പറയുന്നത് എക്സാം ഹാളിൽ ചെന്നിട്ട് അവിടെ നിന്ന് മാത്രം ഫിൽ ചെയ്യേണ്ടതാണ്. അപ്പൊ ഫസ്റ്റ് കോളത്തിൽ ഞാൻ വീണ്ടും പറയണത്, ഇത് കഴിഞ്ഞ വർഷത്തെയാണ്, ഈ വർഷത്തെ വന്നാൽ സെയിം ആയിരിക്കും തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. വ്യത്യാസമൊന്നും വരാൻ സാധ്യതയില്ല. എനിവേ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം റെഡിയാക്കി വെക്കേണ്ട കാര്യങ്ങൾ. ഫസ്റ്റ് കോളത്തിൽ കാൻഡിഡേറ്റിന്റെ ഫോട്ടോ ആണ്. നീറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോ ഏതാണോ അതേ ഫോട്ടോ ഫസ്റ്റ് കോളത്തിൽ ഫിക്സ് ചെയ്ത് വെക്കാം. ആൻഡ് സെക്കൻഡ് കോളത്തിൽ നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡിന്റെ തമ്പ് ഇംപ്രഷൻ ആണ്. സോ ഈ 2 കാര്യങ്ങളും, നിങ്ങളുടെ ഫോട്ടോഗ്രാഫും തമ്പ് ഇംപ്രഷനും വീട്ടിൽ നിന്ന് തന്നെ ചെയ്തു പോവുക. എക്സാം ഹാളിൽ ചെന്നാൽ അതിന് യാതൊരു വിധത്തിലുള്ള സൗകര്യങ്ങളും ഉണ്ടായിരിക്കത്തില്ല. അപ്പൊ വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾ ഇത് ചെയ്തിട്ട് പോവുക. റെഡി? ഈ 2 എണ്ണം. ഓക്കെ, തേർഡ് കോളത്തിൽ കാൻഡിഡേറ്റിന്റെ സിഗ്നേച്ചർ ആണ്. പക്ഷെ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, എക്സാമിനേഷൻ സെന്ററിൽ ചെന്നിട്ട് ഇൻവിജിലേറ്ററിന്റെ പ്രസൻസിൽ മാത്രമാണ് ഇവിടെ സൈൻ ചെയ്യേണ്ടത്. ഒരിക്കലും വീട്ടിൽ നിന്ന് സൈൻ ചെയ്യരുത്. പെട്ടെന്ന് വായിക്കുമ്പോൾ കാൻഡിഡേറ്റ് സിഗ്നേച്ചർ എന്ന് കാണുന്ന ഉടനെ നിങ്ങൾ കയറി സൈൻ ചെയ്യും. ഒരിക്കലും സൈൻ ചെയ്യരുത്. അത് ഇൻവിജിലേറ്ററിന്റെ പ്രസൻസിൽ എക്സാം ഹാളിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. സോ ഇതൊരിക്കലും വീട്ടിൽ നിന്ന് ചെയ്തിട്ട് പോകരുത്. ആൻഡ് സെക്കൻഡ് പേജിൽ, അടുത്ത പേജിൽ ഒരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ഫിക്സ് ചെയ്യാൻ കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്നു. ഈ വർഷം അത് ഉണ്ടായിരിക്കും നമ്മൾ കരുതുന്നതാണ്. അപ്പോൾ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോയിൽ ഡേറ്റും ടൈമും ഒക്കെ ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ കഴിഞ്ഞ വർഷം വരെ ഒരു സെക്കൻഡ് പേജിൽ ഒരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോയും കൂടി ആവശ്യമായിരുന്നു. തേർഡ് പേജ് എന്ന് പറയുന്നത് ജനറൽ ഇൻസ്ട്രക്ഷൻസ് ആണ്. എക്സാം ഹാളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ ഐറ്റംസ് കൊണ്ടുപോവാം, അല്ലെങ്കിൽ എങ്ങനെയാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം, ഈ കാര്യങ്ങളൊക്കെ ജനറൽ ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും തേർഡ് പേജിൽ. 3 പേജിന്റെയും പ്രിന്റ് ഔട്ട് എടുത്ത് കയ്യിൽ കരുതുക. ഓക്കെ, എത്ര പേജ് എടുക്കണം ആ ഒരു ഡൗട്ട് ഒന്നും വേണ്ട, എല്ലാം എടുത്തേക്ക്. 3 പേജും എടുത്തേക്ക് അല്ലെ. 3 പേജസ് ഉണ്ടെങ്കിൽ 3 പേജസും ഡൗൺലോഡ് ചെയ്ത് എടുത്തേക്ക്. അതിൽ വലിയ കൺഫ്യൂഷന് കാര്യങ്ങളൊന്നും വെക്കേണ്ട. വാലിഡ് ആയിട്ടുള്ള ID പ്രൂഫ് നിങ്ങളുടെ കയ്യിൽ കാണണം, ആധാർ കാർഡ്, എല്ലാ കാര്യങ്ങളുമായിട്ട് വേണം എക്സാം ഹാളിലേക്ക് ചെല്ലാൻ. അപ്പോൾ ഏറ്റവും നന്നായിട്ട് എക്സാം എഴുതുക മക്കളെ. നിങ്ങൾക്ക് വേണ്ട എല്ലാ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും പോകെ. സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് റെഡി ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.